ഓരോന്ന് കത്തും. ഏതാ സ്ഥലം ഏതാ? കൊടുവായൂര്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണ്. ഇതിൽ കാണുമ്പോൾ കറുപ്പ് ഷർട്ട് പോലെ ഉണ്ട്, കറുപ്പ് പോലെ ഉണ്ട്. അവര് വല്ല അടിപൊളി ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ പോകാം. സാമ്പാറില്ലേ? സാമ്പാർ ചമ്മന്തി ഇല്ല. സ്പെഷ്യൽ കട്ടൻ ചായ, മിന്റ് ഇട്ട്. അപ്പം ഞങ്ങളിന്ന് ചെറിയൊരു പരിപാടിക്ക് ഇറങ്ങിയതാണ്. ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. വല്ല മമ്മൂട്ടിയാണ് ഗൈസ്. ആല് തൂങ്ങാൻ വന്നാണ്, പക്ഷെ പെട്ടു. ആല് തൂങ്ങാനും പാടില്ല, ട്രാക്കിൽ ഇറങ്ങാനും പാടില്ല. അപ്പുറത്തേക്ക് കടക്കാൻ അതാ ആ അറ്റം വരെ പോണം. മുതലമട പൊള്ളാച്ചി റൂട്ടിൽ. അങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷനെത്തി. അയ്യോ ഇറ്റി ഇനി നടക്കാൻ പോണതാണ് റിയല്. ട്രെയിന് പണ്ട് ഓടുന്ന സ്ഥലമായിരുന്നു. ഇപ്പൊ ഇത് കുറെ ട്രെയിനൊന്നും പോണില്ല. ഇപ്പൊ മനുഷ്യന്മാരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാര് ഫോട്ടോ എടുക്കാനും കല്ലുകളും അല്ല, ഫോട്ടോ എടുക്കാനും മാസ് വീഡിയോ ഉണ്ടാക്കാനും വേണ്ടിട്ടാണ്. അപരാധങ്ങൾ കാണാൻ വേണ്ടി ആ മാസ് വീഡിയോന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കും. മുതലമട റെയിൽവേ സ്റ്റേഷൻ മൊത്തത്തിൽ കണ്ട് അടുത്ത സ്പോട്ടിലേക്ക് ഞങ്ങൾ പോവാണ്. ഇതേതാ സ്ഥലം ഏതാ? നെല്ലിമേട് ഡാമിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ചിറ്റൂര് സൈഡാണ്. ചിറ്റൂര് മുതലമടയൊക്കെ വരുന്നതാണ്. ഇപ്പോൾ വേറെ കുറേ പിള്ളേരൊക്കെ വന്നു, കുറച്ച് CBR ടീംസ്. ഇവിടെ ഫുള്ള് തെങ്ങ് മാത്രമേ ഉള്ളൂ. ഫോട്ടോ ക്ലിയർ ഉണ്ടാവില്ല, ഇത് അപ്ലോഡ് ചെയ്യാനുള്ളത് കിട്ടൂല. നോക്കിയോക്ക്. ഓക്കെ, അത് സ്റ്റാർട്ടിങ് ആയോ? മറ്റേ ഇതിലമർത്തി കാട്ടിയതുണ്ട്. അല്ല എങ്ങനെ എടുക്കണത്? പിന്നെ എങ്ങനെ എടുക്കുക? പാലക്കാടൻ ഉൾഗ്രാമങ്ങളിലെ കമ്പാലത്തറ, അതായത് ചിറ്റൂർ സൈഡുള്ള ഒരു ഡാം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ ഡാം എന്ന് പറയാൻ ഡാമിൻ്റെ അടുത്തല്ല, കുറച്ച് അപ്പുറത്തുള്ളൊരു സ്പോട്ടാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒന്ന് അങ്ങോട്ട് കാണിക്കും, പെട്ടെന്ന് പറയാൻ കിട്ടണ്ടാ. ഇതുപോലത്തെ അടിപൊളി സ്ഥലങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ്. നമ്മുടെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ വീഡിയോയിൽ വരുന്നു. ഇതുവരെ ആരും എടുക്കാത്തൊരു ഷോട്ടാണ് കൊളക്കോഴി പറക്കാൻ പോണത്. ബെസ്റ്റ് ഷോട്ട്. ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ ആദ്യം പോയത് മുതലമട റെയിൽവേ സ്റ്റേഷനിൽ. മുതലമട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു 5 ആല്, അത് ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. പക്ഷേ അവിടെ ട്രെയിനൊന്നും കാണാൻ പറ്റിയില്ല. ട്രെയിനൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു 6 മണിക്ക് പോകണം, അതല്ലെങ്കിൽ വൈകിട്ട് പോകണം. ആകെ 2 ട്രെയിനാണുള്ളൂ അവിടെ നിർത്തുന്നത് കേട്ടോ. ട്രെയിൻ നിർത്തുന്ന 2 ട്രെയിനുകളേ ഉള്ളൂ. സ്ഥലത്തേക്കൊക്കെ വന്നാൽ അവിടുത്തെ ആളാവണം. എന്താ ഇതേപോലെ ഇത്ര അടിപൊളി ഇതിൽ ഡ്രസ്സിൽ വരണം. ആറ്റം വരെ ആ തെങ്ങിന്റെ ആറ്റം കണ്ടോ? അഥവാ സ്ലിപ്പായാലോ? ജീവിക്കാൻ കണ്ടന്റ് സിമ്പിളാ പറഞ്ഞിട്ട് ഒറ്റ കടത്തു. അടുത്ത ഷോട്ട് തേങ്ങ എടുക്കും. അപ്പോൾ ഇതേപോലെ ഹട്ടുകളെ കണ്ടിട്ടോ. ഇത് ഇവിടുത്തെ പണിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് തെങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ
ഒരുപാട് കള്ള് ഷാപ്പുകളും അതേപോലെ തേങ്ങയൊക്കെ ഉൽപ്പാദിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഷാദിക്കപ്പ് വരും. അലയാണ് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിലെ ഗൈസ്. കുറെ ബോർഡ് മാത്രമേ ഉള്ളൂ, ഒറ്റ കട തുറന്നിട്ടില്ല ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ പൊള്ളാച്ചിയുടെ അടുത്ത് ഞങ്ങൾ ഇതാ കൊങ്ങ് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു കോഴിയൊക്കെ ഉണ്ട്, ബാക്കിലൊരു കോഴി. പെരിയ പോത്ത് പോയാലോ? ചെറിയ പോത്ത്, ചിന്നപ്പോത്ത്. പെരിയ പോത്ത് 5 കിലോമീറ്റർ, ചിന്നപ്പോത്ത് 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 മാട് മാതിരി വളർന്ന് ഇത് വന്ന് പെരിയ മാട്. പോട്ടെ പോട്ടെ. ഫുഡിലിടാൻ കൊല്ലംകോട് വരുന്നവരൊക്കെ നേരെ ഉള്ളിൽ പോയിക്കോ, ഉള്ളിൽ പാർക്കിംഗ് ഉണ്ട്. എന്താ താമരേ? എന്താ റേറ്റ്? 150, 6 100. ലുക്കിന് ആര് പറഞ്ഞ തല പൊളിച്ചു. ഫ്രണ്ടിലും കൂടി വൈഡ് വേണമെന്നാണ് എന്റെ. നിഷാദിന്റെ ബാക്ക് മാത്രം കേട്ടോ വീഡിയോയില്. ബാക്ക് കവർ ചെയ്തു. വീഡിയോ എടുക്കുമ്പോ ബാക്കിലൊരു കിഴി തോന്നി ഇറങ്ങും. അവൻ തന്നെ കാണിച്ചേ. കേറ് കേറ്. അച്ഛാ പാന്റ്. ഓ ഏതാ ലുക്ക്. എന്റെ കഴിഞ്ഞ പ്രാവശ്യം എന്താ ന്യൂസ് ഇറക്കി പന്നിയും ഞാൻ നോക്കുമ്പോണ്ട്. അതോ ആൽബർട്ടൊക്കെയാണ് അന്ത കമ്മി. വീട്ടിലും കൊണ്ടേ കാണിക്കാം. നിഷാദിന്റെ കല്യാണം കഴിഞ്ഞു പറഞ്ഞ് ഫേക്ക് ന്യൂസ് ആണല്ലേ? എത്ര പറയാണ് കൊല്ലംകോടിനോട് വിടാ.